ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇൻറ്റീരിയർ ഫീൽഡിൽ ഒരു ജോബ് ആഗ്രഹിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ പല ഫിനിഷിംഗ് കോഴ്സുകളും ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം പഴയ കാലത്ത് ഇൻറ്റീരിയർ വർക്ക് പോലെയല്ല പുതിയ ഇൻറ്റീരിയർ വർക്കുകൾ വരുന്നത്. അതായത് നമുക്ക് മോഡേൺ ഇൻറ്റീരിയറിൽ നമ്മൾ മോഡേൺ മെഷീൻസുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ AI VR ഉൾപ്പെടെയുള്ള പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള ഒരു ഇന്റീരിയർ ട്രെയിനിങ് ആണോ നിങ്ങൾ ആഗ്രഹിക്കണേ? 3D സോഫ്റ്റ്വെയർസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്റീരിയർ മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സുകൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള നോളജുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സിനെ അല്ലെങ്കിൽ ഇന്റീരിയർ പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാനാണ് കമ്പനികൾക്ക് കൂടുതൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഓൺഗോയിങ് പ്രൊജക്ട് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു PVC ഷീറ്റ് ആണ്. ഇതിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാം. ഈ കാണുന്നത് MDF എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇത് പാർട്ടിക്കിൾ ബോർഡ്, അതുപോലെ മൾട്ടിവുഡ്, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കോസ്റ്റ് നോക്കണം. അതുപോലെ വാട്ടർ ഡാമേജ് പോലുള്ള ഇഷ്യൂസ് ഉള്ള മെറ്റീരിയൽസ് നമുക്ക് മോഡുലർ കിച്ചൺ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. NTTCയുടെ ഇന്റീരിയർ ഡിസൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. റിയലിസ്റ്റിക് ആയി പഠിച്ചുകൊണ്ട് വിആറിന്റെ ലോകത്തേക്ക് ക്ഷണിച്ചോളൂ. ഇന്റീരിയർ ഡിസൈനിലെ മോഡേൺ സോഫ്റ്റ്വെയർ ആയ ഇൻഫെർണിയ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാൾ ഷെൽഫുകളുടെ മോഡുലർ കിച്ചന്റെ എല്ലാം മെറ്റീരിയൽസിന്റെ കട്ടിംഗ് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓട്ടോമാറ്റിക് മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോക്സുകളെല്ലാം കട്ട് ചെയ്യുന്നത്.